ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പൂരനഗരിയിൽ വമ്പൻ റോഡ് ഷോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി വിളികളുമായി സ്വരാജ് റൗണ്ടിൽ അണിനിരന്നത് ആയിരങ്ങൾ. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഉല്ലൂരിൽ നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി K. രാജൻ. പാഴായിപ്പോയ 10 വർഷങ്ങളാണ് ഉല്ലൂരിനെ സംബന്ധിച്ച് കടന്നുപോയതെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്ങണ്ടത്ത്. COA സംസ്ഥാന സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. കാലാനുസൃതമായ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ് COAയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് VKC ഗ്രൂപ്പ് MD VKC റസാഖ്. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം തിങ്കളാഴ്ച. പൂര പങ്കാളികളാകുന്നത് 24 ക്ഷേത്രങ്ങൾ. പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ ചക്കംകുളങ്ങര ശാസ്താവിന്റെ തിടമ്പേറ്റിയ തിരുവമ്പാടി അർജുനൻ ഒന്നാമതെത്തി. വിശ്വാസ തീവ്രതയിൽ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ ആചരണം ഭക്തിസാന്ദ്രമായി. വാർത്തകൾ വിശദമായി. ആവേശമായി തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. മോദി വിളികളുമായി സ്വരാജ് റൗണ്ടിൽ അണിനിരുന്നത് ആയിരങ്ങൾ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയത്. കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ ഇറങ്ങി റോഡ് മാർഗം സ്വരാജ് റൗണ്ടിലെത്തി. തുടർന്ന് പ്രത്യേകം അലങ്കരിച്ച് സജ്ജമാക്കിയ തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ. ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിലെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, നാട്ടിക മണലൂർ മണ്ഡലം സ്ഥാനാർത്ഥികളായ CC മുകുന്ദൻ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ അണിനിരുന്നു. റോഡിന്റെ വശങ്ങളിലായി തിങ്ങി നിറഞ്ഞ പ്രവർത്തകരെയും അണികളെയും കൈവീശിയും കൈകൂപ്പിയും അഭിവാദ്യം ചെയ്താണ് മോദി നീങ്ങിയത്. പ്ലക്കാർഡുകളും പാർട്ടി പതാകകളുമെല്ലാമായി അണിനിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മോദി മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പുഷ്പവൃഷ്ടി നടത്തിയും തങ്ങളുടെ നേതാവിന് ഊഷ്മള വരവേൽപ്പ് നൽകി. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളി, കഥകളി, ഒപ്പന, മേളം എന്നിവയെല്ലാം വിവിധ കേന്ദ്രങ്ങളിലായി മോദിക്ക് സ്വീകരണമരുളി. അരമണിക്കൂറോളം നീണ്ടുനിന്ന റോഡ് ഷോ നടുവിലാൽ നായ്ക്കനാലിലൂടെ ബിനി പരിസരത്തെത്തി സമാപിച്ചു. തുടർന്ന് റോഡ് മാർഗം കുട്ടനെല്ലൂരിൽ തിരിച്ചെത്തിയ മോദി ഹെലികോപ്റ്ററിൽ മടങ്ങി. മോദിയുടെ വരവോടെ ജില്ലയിലെ NDA ക്യാമ്പിന് കൂടുതൽ ആവേശമാണ് സമ്മാനിക്കുന്നത്. BJP നേതൃത്വം ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന തൃശൂർ മണ്ഡലത്തിൽ ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ പത്മജയെ തന്നെ തൃശൂരിൽ ഇറക്കിയത് വഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ഇക്കുറിയും താമര വിരിയിക്കാമെന്ന തികഞ്ഞ പ്രതീക്ഷയും പാർട്ടിക്കുണ്ട്. ഇതിനു പുറമെ CPIയുടെ നാട്ടിക MLA ആയിരുന്ന CC മുകുന്ദനെ പാർട്ടിയിൽ എത്തിക്കാനുമായി. എതിർചേരിയിലായിരുന്ന ഇരുവരെയും സുരേഷ് ഗോപിയോടൊപ്പം മോദി റോഡ് ഷോയിൽ ഉടനീളം വാഹനത്തിൽ ഒപ്പം നിർത്തിയെന്നതും രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അനുബന്ധിച്ച് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണവും കനത്ത സുരക്ഷയുമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോയുമായി എത്തിയത്. ഇതോടെ സംസ്ഥാനത്തും ജില്ലയിലെയുമുള്ള എല്ലാ സ്ഥാനാർത്ഥികളിലും വിജയപ്രതീക്ഷയും ആവേശവും 10 മടങ്ങായി. ഒപ്പം അണികൾക്കും. സ്വരാജ് റൗണ്ടിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഉല്ലൂരിൽ നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി K. രാജൻ. ഭരണവിരുദ്ധ വികാരത്തിന്റെ ലാഞ്ചന പോലും സംസ്ഥാനത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ വികസനക്ഷേമ രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്നും K. രാജൻ കൂട്ടിച്ചേർത്തു. ഉല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ K. രാജൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ഇപ്പോൾ മരോട്ടിച്ചാല മേഖലയിലാണ് നമ്മളുള്ളത്. മലയോര മേഖലയിലൂടെയാണ് സഞ്ചാരം. എന്താണ് ജനങ്ങളുടെ ഒരു പൾസ്? വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ്. മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ കാര്യം അവരെല്ലാം പട്ടയം കയ്യിൽ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പട്ടയ വിതരണം പൂർത്തിയായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ്റുള്ള കാലത്ത് 2011-നും 2016-നും ഇടയിൽ 18 പട്ടയങ്ങൾ മാത്രമാണ് ഈ മണ്ഡലത്തിലാകെ വിതരണം ചെയ്തത്. അതും ഞങ്ങൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഈ വില്ലേജിൽ ഒരേ ഒരാൾക്കേ പട്ടയം കിട്ടിയിട്ടുള്ളൂ.
ഇപ്പോൾ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം മലയോര മേഖലയിൽ മാത്രം 3000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. ഈ സംസ്ഥാന സർക്കാരിൽ പങ്കാളിയായിരുന്ന ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് ഇല്ല എന്ന് തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകളിൽ അതും വാർഡുകളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ മേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും തൃശ്ശൂർ ജില്ല വലിയ മുന്നേറ്റം LDF തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജില്ലയാണ്. എന്തായാലും കടുത്ത ചൂടാണ്, ഓരോ ദിവസവും ഇങ്ങനെ ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടുത്ത ചൂടിനെ അവഗണിച്ച് എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ ഒരു ഇച്ഛാശക്തിയാണ്. ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഉള്ളിൽ ഉയർന്നു വരികയാണ്. ജനങ്ങളെ കാണുക, തുടർച്ചയായിട്ട് രംഗപ്രവേശം ഇങ്ങനെ ചെയ്യുക. ഞങ്ങളെല്ലാവരും ഫീൽഡിൽ നിന്ന് സമരം ചെയ്തവരാണ്. അടച്ചിട്ട മുറികൾക്കകത്തല്ല, നല്ല ഫീൽഡിൽ നല്ല ചുട്ടുപൊള്ളുന്ന ടാറിങ്ങനെ ഉരുകി ചന്തി പിടിക്കുന്ന നല്ല സ്ഥലത്ത് സമരം ചെയ്തും അടികൊണ്ടും ജയിലിൽ പോയും ഈ വെയിലൊക്കെ ഒരു പൂനിലാവായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് സമരനായകന്മാർ പൊതു സമൂഹത്തിൻ്റെ തിളച്ചു പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലാണ് ഉണ്ടാവുക. അവർക്ക് വിശ്രമത്തിൻ്റെ പ്രശ്നമില്ല, അങ്ങനെ അങ്ങ് പോയിക്കോളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. പാഴായിപ്പോയ 10 വർഷങ്ങളാണ് ഒല്ലൂരിനെ സംബന്ധിച്ച് കടന്നുപോയതെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. വികസന രംഗത്ത് വാചക കസർത്ത് മാത്രമാണ് നടക്കുന്നത്. UDFന്റെ ഉറച്ച മണ്ണായ ഒല്ലൂർ ഇത്തവണ തിരിച്ചുപിടിക്കും. ജനകീയ വിഷയങ്ങളിൽ താൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് വോട്ടർമാരുടെ അംഗീകാരം ലഭിക്കുമെന്നും അദ്ദേഹം TCBയോട് പറഞ്ഞു. ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ശ്രീ ഷാജി കോടങ്കണ്ടത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. ആ പ്രചരണ രംഗത്തെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ദീർഘകാലം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയായപ്പോഴുള്ള ഈ ഇലക്ഷൻ്റെ ഒരു പ്രചരണ രീതികൾ? അല്ല, ഒല്ലൂര് ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരുപാട് കാര്യങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പോൾ മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാതയ്ക്ക് വേണ്ടി 8 വർഷം മുമ്പ് കേസ് നടത്തി അശാസ്ത്രീയ നിർമ്മാണം തൊട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ പട്ടലുമൊഴി കോടതി പാലം, പീച്ചിയിലെ KFR ഭൂഗർഭ കേബിള്, മണലിപ്പുഴത്തെ ചെക്ക് ഡാം, പിന്നെ ഈ ഷൂട്ടിംഗ് റേഞ്ച്, അതുപോലെ നിരവധി വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒല്ലൂർ നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുതുമുഖമല്ല. ഒല്ലൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. അത് ഇപ്രാവശ്യം ആവർത്തിക്കും. എന്താ സംശയം? ഒല്ലൂർ UDF ജയിക്കും, കേരളം UDF ഭരിക്കും. അപ്പോൾ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ല. അപ്പോൾ അതിലൊരു സംശയമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ മണ്ണാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടത്തറയായാലും മടക്കത്തറയൊക്കെ LDF ഭരണം നിലനിർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സൂചികൾ എങ്ങനെയാണ് കാണുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സൂചിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്താ കാരണം വെച്ചാൽ കോർപ്പറേഷനിലെ ഒല്ലൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേജർ വാർഡുകൾ കോൺഗ്രസ് പിടിച്ചു. പുത്തൂർ പഞ്ചായത്ത് പിടിച്ചു, പാണഞ്ചേരി പിടിച്ചു, നടത്തറ ചുണ്ടിനും കപ്പിനടയ്ക്കാൻ പോയിട്ടുള്ള ഒരു സീറ്റിനെ പോയ മാടക്കത്തറയിൽ ഞങ്ങൾ വോട്ടിംഗ് ഷെയർ കൂട്ടി. ഒരു സീറ്റുണ്ട്, 2 സീറ്റാക്കി ഒരു വോട്ടിംഗ് ഷെയർ കൂട്ടി. മറ്റേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കിയാലും ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ നോക്കിയാലും കോൺഗ്രസ് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും, UDF ഇത് തിരിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. മലപ്പുറം തിരൂരിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. പ്രതിനിധി സമ്മേളനം BKC ഗ്രൂപ്പ് MD VKC റസാഖ് ഉദ്ഘാടനം ചെയ്തു. കാലാനുസൃതമായ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ് COAയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 30 വർഷമായി തുടരുന്ന ഒത്തൊരുമയാണ് COAയുടെ കരുത്തെന്ന് VKC റസാഖ് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പതാക ഉയർത്തിയതോടെയാണ് COA സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, സംസ്ഥാന സെക്രട്ടറി PS സിബി, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ M മൻസൂർ, PS രജനീഷ്, ബിജുകുമാർ എന്നിവരും പ്രസിഡിയത്തിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ 5000-ലധികം കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിനിധീകരിച്ച് 300ഓളം പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം തിങ്കളാഴ്ച 24 ക്ഷേത്രങ്ങൾ പൂര പങ്കാളികളാകും. വൈകിട്ട് 6 മണിക്ക് ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവ് 15 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളും. അർദ്ധരാത്രി മന്ദാരക്കടവിൽ ആറാട്ട് നടക്കും. പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടാണ് ആദ്യം. തുടർന്ന് മറ്റ് ദേവിമാരുടെ ആറാട്ടാണ്. ചൊവ്വാഴ്ച പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും.
ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടന്ന പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ ചക്കംകുളങ്ങര ശാസ്താവിന്റെ തിടമ്പേറ്റിയ തിരുവമ്പാടി ദേവസ്വം ഗജവീരൻ അർജുനൻ ഒന്നാമതെത്തി. എടക്കുന്നി ഭഗവതിയുടെ തിടമ്പേറ്റിയ പള്ളിക്കൽ മൂട്ടി 2ാം സ്ഥാനവും കോടന്നൂർ ശാസ്താവിന്റെ തിടമ്പേറ്റിയ മഹാലക്ഷ്മി പാർവതി 3ാം സ്ഥാനവും നേടി. ചാത്തക്കുടം ശാസ്താവ്, നാങ്കുളം ശാസ്താവ്, എടക്കുന്നി, തൊട്ടിപ്പാൾ ഭഗവതിമാരും ആനയോട്ടത്തിൽ പങ്കെടുത്തു. ആറാട്ടുപുഴ ചാത്തക്കുടം ശാസ്താക്കന്മാരും ചേർപ്പ് ഭഗവതി, ഉരകത്തമ്മ തിരുവടിയും വിവിധ ദിക്കുകളിലെ നിലപാട് തറയിൽ എഴുന്നള്ളിപ്പ് നടത്തി. ആനയോട്ടത്തിന് ശേഷം ദേവീദേവന്മാർ പിടിക്കപ്പറമ്പ് ക്ഷേത്രം വലം വെച്ച് ചാത്തക്കുടം ശാസ്താവിനോട് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടന്നു. ഗ്രാമപ്രദക്ഷിണം ഇനി കിഴക്കേ കരയിൽ. തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് കിഴക്കേ കരയിലെത്തി. പള്ളിയോടത്തിൽ ചേങ്ങില വെച്ച് തേവരുടെ തിടമ്പ് ഘടിപ്പിച്ച കോലം അതിന് മുകളിൽ വെച്ച് മുന്നിൽ കുത്തുവിളക്ക് വെച്ച് കിഴക്കേ കരയിലേക്ക് പുറപ്പെട്ടു. തൃക്കോൽ ശാന്തി രതീഷ് എമ്പ്രാന്തിരി ഓടം തുഴഞ്ഞു. കുടശാന്തി കോലം പിടിച്ചു. മാരാന്മാർ ഇരുകരകളിൽ നിന്ന് മാറി മാറി ശംഖനാദം മുഴക്കി. കിഴക്കേ കരയിലെത്തിയ തേവരുടെ കോലം മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു വെച്ചപ്പോൾ ആമലത്ത് തറവാട്ടുകാർ ആദ്യ പറ നൽകി. തുടർന്ന് കിഴക്കേ നടപ്പൂരം നടന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിച്ചു. യേശു കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി എഴുന്നള്ളിയതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചത്. കുരുത്തോലകളുമേന്തി വിശ്വാസികൾ പ്രദക്ഷിണത്തിലും തിരുകർമ്മങ്ങളിലും പങ്കെടുത്തു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ പുത്തൻപള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓശാന ഞായർ തിരുകർമ്മങ്ങൾ ഭക്തി നിർഭരമായി. അടിവാരം പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപത മുൻ വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേസൻ കവലക്കാട്ട്, സഹവികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായി. കുരിശുമുടിയിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ടോം പുള്ളേലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്മോൻ ആന്റണി ഓശാന തിരുനാൾ സന്ദേശം നൽകി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. തളിയക്കുളക്കരയിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിധിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ഉല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. ഫൊറോന വികാരി വർഗീസ് കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ ജിയോ തറയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തിരൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിലെ ഓശാന തിരുകർമ്മങ്ങൾ ഫാദർ പോൾ പിണ്ടിയൻ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ജിതിൻ നെല്ലങ്കര, കൈക്കാരന്മാരായ ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി, ലിയോ പോൾ പൂപ്പാടി, ചാർലി ആളൂർ എന്നിവർ നേതൃത്വം നൽകി. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ഡീക്കൻ ജോബി വടയാറ്റുകുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടശങ്കടവ് സെന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറോന പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചെർമൽ സഹകാർമ്മികനായി. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ഫാദർ വി എം സാമുവേൽ, സഹവികാരി റവറൻ ഫാദർ ജോസഫ് ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. തോട്ടം മേഖലയായ പാലപ്പിള്ളിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് അമിതഭാരം കയറ്റിപ്പോകുന്ന ലോറികൾ അപകട ഭീഷണിയാകുന്നു. ചരക്ക് ലോറികളിൽ പരിധിയിൽ കൂടുതൽ വിറകും തടികളും കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് മൂലം റോഡിന് കുറുകെയുള്ള വൈദ്യുതി ലൈനുകൾ തട്ടി പൊട്ടുന്ന സംഭവം ഇവിടെ പതിവായിരിക്കുകയാണ്. ലോറികൾക്ക് മുകളിലേക്ക് അടക്കി വെച്ചിരിക്കുന്ന തടികൾ വൈദ്യുതി ലൈനുകളിൽ ഉരസുന്നത് വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. ലൈനുകൾ പൊട്ടിവീഴുന്നത് കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ്. ലൈനുകൾ പൊട്ടുന്നതോടെ മണിക്കൂറുകളോളം പ്രദേശത്ത് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെടുകയാണ്. വാഹനത്തിന്റെ ഉയരപരിധി നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പല ലോറികളും സർവീസ് നടത്തുന്നത്. രാത്രികാലങ്ങളിലാണ് ഇത്തരം നിയമലംഘനങ്ങൾ കൂടുതൽ നടക്കുന്നത്. തോട്ടമേഖലയിലൂടെ പോകുന്ന മിക്ക ലോറികളും അമിതഭാരമാണ് കയറ്റുന്നത്. ലൈനുകളിൽ തട്ടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും വലിയ തീപിടുത്തങ്ങൾക്കും ഇത് കാരണമാകും. മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന പരിശോധന നടത്തി അമിതഭാരം കയറ്റുന്ന ലോറികൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. പിണറായി വിജയൻ എന്ന പേര് കേരളത്തിൽ അസഭ്യവാക്കായി മാറിയിരിക്കുകയാണെന്ന് സോപാന സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകനുമായ ഞെരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞു. UDF ഗുരുവായൂർ മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലേതോ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലെയോ ആചാര ലംഘനങ്ങൾ നടത്താൻ ശ്രമിക്കില്ല എന്നതാണ് UDF നൽകുന്ന ഗ്യാരണ്ടി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 10,000-കണക്കിന് വീടുകൾ നിർമ്മിച്ചതിൽ 3000-ഓളം എണ്ണം ഹൈന്ദവർക്കും ക്രൈസ്തവർക്കുമാണ് നൽകിയത്. ഇതൊന്നും PR വർക്കിലൂടെ തുറന്നുകാട്ടലല്ല, IUML-ന്റെ പാരമ്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. പടിഞ്ഞാറെ നടയിലെ നരേങ്ങത്ത് പറമ്പിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി എരങ്ങത്തയിൽ പറമ്പിൽ സമാപിച്ചു. സ്ഥാനാർത്ഥി CH റഷീദ്, UDF നേതാക്കളായ CA ഗോപപ്രതാപൻ, R രവികുമാർ, KV ഷാനവാസ്, KP ഉദയൻ, RV അബ്ദുൾ റഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി. സത്യസന്ധതയുടെയും സുതാര്യതയുടെയും അഴിമതിരാഹിത്യത്തിന്റെയും മുഖമുദ്രയാണ് CC മുകുന്ദനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 2024 എന്റെ വിജയത്തിൽ അമ്പരന്ന് മൂക്കത്ത് വിരൽ വെച്ചവർക്ക് 2026 ആ വിരൽ അവിടെ നിന്നും എടുക്കേണ്ടി വരില്ലെന്നും നാട്ടിക മണ്ഡലത്തിൽ താമര വിരിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. NDA തളിക്കുളം തമ്പാൻകടവിൽ സംഘടിപ്പിച്ച കുടുംബയോഗം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ, മുൻ കേന്ദ്രമന്ത്രി ഭഗവത് കുബെ, ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ് എന്നിവരും സംബന്ധിച്ചു. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കുതന്ത്രം പരാജയപ്പെടുത്താൻ ഇടത് ഭരണ തുടർച്ചയ്ക്കെതിരെ കേരളം വിധിയെഴുതണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്. പാർട്ടി കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ നിലനിർത്തി തങ്ങൾക്ക് അനുകൂലമായ സാമൂഹിക അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതി പരാജയപ്പെടുത്തണം. സംഘപരിവാർ നടത്തിയ നുണപ്രചരണങ്ങളെ തടയാതെ മൗനം പാലിക്കുകയും വിദ്വേഷ പ്രചാരകരെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കുതന്ത്രത്തെ പരാജയപ്പെടുത്തുവാൻ UDF-നെ വിജയിപ്പിക്കുക എന്ന വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമീപനത്തെ കേരള ജനത ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, ജില്ലാ സെക്രട്ടറി CM ഷെരീഫ്, മണ്ഡലം സെക്രട്ടറി MA ഖമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നേതൃത്വത്തിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്തുനിന്ന് ആരംഭിച്ച വാക്ക് ഫോർ മണലൂരിൽ നിരവധി പേർ പങ്കാളികളായി. കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, ക്ലമന്റ് ഫ്രാൻസിസ്, ബബിത ലിജോ, അജിത് പ്രസാദ്, സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പ്രഭാത നടത്തത്തിന് നേതൃത്വം നൽകി.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മണലൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സൈക്കിൾ സവാരി സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സൈക്കിൾ കൂട്ടായ്മയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൈക്കിൾ സവാരി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, KM ഗോപിദാസൻ, V സനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പര്യടനം നടത്തി. കാട്ടൂർ, ഇല്ലിക്കാട് പരിസരത്തു നിന്നും ആരംഭിച്ച പര്യടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, DCC സെക്രട്ടറിമാരായ KK ശോഭനൻ, ആന്റോ പെരുമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ R ബിന്ദു കാട്ടൂരിൽ പര്യടനം നടത്തി. വിവിധ സ്ഥലങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. നേതാക്കളായ VR മനോജ് കുമാർ, P മണി, PV വിജീഷ്, MB പവിത്രൻ, PS അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്, TM ചന്ദ്രൻ, അസീസ് താണിപ്പാടം, അഗസ്റ്റിൻ ഇഞ്ചക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ NDA പൂമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ NDA ഇരിങ്ങാലക്കുട മണ്ഡലം സ്ഥാനാർത്ഥി സന്തോഷ് ചെറാകുളവും മഹാരാഷ്ട്ര BJP MLA കരൺ DO തലയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ണൻ കോമ്പാത്ത് അധ്യക്ഷത വഹിച്ചു. BJP തെക്കൻ ജില്ലാ ഭാരവാഹികളായ കൃപേഷ് ചെമ്മണ്ട, ലോചനൻ അമ്പാട്ട്, BJP മണ്ഡലം ഭാരവാഹികളായ PS സുബീഷ്, വിശ്വജിത്ത് അരയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പാട്ടുപാടുന്നതിനിടയിൽ പൂർവ്വ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. എടവലങ്ങ് സ്വദേശി മാതിയേഴത്ത് 60 വയസ്സുള്ള മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. എടവലങ്ങ് ഗവൺമെന്റ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനിടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായുള്ള 40-ൽ പരം ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് മറ്റത്തൂർ ചുങ്കാലിലുള്ള ഫോട്ടോ മ്യൂസിയം ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പ്രകൃതിയുടെയും വന്യജീവികളുടെയും അതുല്യ സൗന്ദര്യം ആവിഷ്കരിച്ചിട്ടുള്ള പ്രദർശനത്തിൽ 41 ഫോട്ടോഗ്രാഫർമാരുടെ 52 ചിത്രങ്ങളാണ് ഉള്ളത്. പ്രകൃതിയുടെ വൈവിധ്യവും സൗന്ദര്യവും അതിന്റെ തനിമയോടെ കാഴ്ചക്കാരിലേക്ക് പകർന്നു നൽകുന്നതാണ് ചിത്രങ്ങളെല്ലാം തന്നെ. വനാന്തരങ്ങളിലെ അപൂർവ കാഴ്ചകൾ, പക്ഷികളുടെ സ്വാഭാവിക പെരുമാറ്റങ്ങൾ, വന്യജീവികളുടെ ജീവിതചക്രത്തിലെ നിമിഷങ്ങൾ, പച്ചപ്പിന്റെ സമൃദ്ധി, ജലാശയങ്ങളുടെ ശാന്തത, മലനിരകളുടെ മനോഹാരിത എന്നിവയെല്ലാം പ്രേക്ഷകർക്ക് നിശബ്ദമായി അനുഭവവേദ്യമാക്കുന്നതാണ് പ്രദർശനം. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും പ്രദർശനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും മ്യൂസിയം ഡയറക്ടറുമായ പ്രവീൺ P. മോഹൻദാസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം ക്യൂറേറ്ററും സ്ഥാപക ട്രസ്റ്റിയുമായ ഡോക്ടർ ഉണ്ണി പുളിക്കൽ, മ്യൂസിയം മാനേജർ ശ്രീനി പുല്ലരിക്കൽ എന്നിവർ സംസാരിച്ചു. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം സൗജന്യമായി കാണാവുന്നതാണ്. TCV ന്യൂസ്, കൊടകര.
കുന്നുകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവബലി തിങ്കളാഴ്ച നടക്കും. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 10-ന് മാതൃബലിക്കല്ലിൽ ബലി തൂവും. പള്ളിവേട്ട ചൊവ്വാഴ്ച നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി പകൽ മുഴുവൻ തിരുവാതിരക്കളിയും വൈകിട്ട് നൃത്തനൃത്യങ്ങളും അരങ്ങേറും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. കൊടകര കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ 87ാമത് നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായി മഹാതീർത്ഥാടനം നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കടൻ മഹാതീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഈരത്തറ അധ്യക്ഷത വഹിച്ചു. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ടെസ്ലിൻ, കൈക്കാരൻ ജോജു ചുള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് ബാബു കുയിലാടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിരവധി വിശ്വാസികൾ പ്രാർത്ഥന ചൊല്ലി. മഹാതീർത്ഥാടനവുമായി കുരിശുമുടി കയറി. കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്ക് മറ്റു തിരുക്കർമ്മങ്ങൾക്കും ബിഷപ്പ് മാർ പോളി കണ്ണൂക്കടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ജിതിൻ പുന്നശ്ശേരി, ജോസ് വെട്ടുമാണിക്കൽ, പൌലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകരയിൽ കൂട്ടുകാരോടൊപ്പം തോട്ടിൽ മീൻ പിടിക്കാൻ പോയ ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവിനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കാൺപൂർ മഹാരാജ്ഗഞ്ച് സ്വദേശി 29 വയസ്സുള്ള സുഗ്രീവ് സഹാനിയെയാണ് ആലത്തൂർ തോട്ടിലെ കാരക്കാട്ടുകടവിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പുറത്തെടുത്ത് പുതുക്കാട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള അണ്ണല്ലൂർ ഗ്രാമത്തിന്റെ കൂട്ടായ്മ കൈകോർത്തപ്പോൾ 1.5 ആഴ്ച കൊണ്ട് സാക്ഷാത്കരിച്ചത് ഒരു ഗ്രാമീണ വായനശാല. അണ്ണല്ലൂരിലെ 60ഓളം പേർ ചേർന്നാണ് ഗ്രാമീണ വായനശാല എന്ന ആശയം നടപ്പിലാക്കിയത്. വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ 1000ഓളം പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ചത്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുത്താവുന്ന നിലയിലുള്ള പ്രത്യേക കൂട്ടായ്മയും അവർക്കുള്ള പുസ്തകങ്ങളും ശേഖരത്തിലുണ്ട്. ഇനി ബാലവേദി, വനിതാവേദി എന്നിവ രൂപവൽക്കരിക്കും. നാട്ടിൽ അന്യമായ കൂട്ടായ്മയെ വീണ്ടെടുക്കുകയും ഒത്തുകൂടുവാനും വായിക്കുവാനും ഒരിടമെന്ന ആശയത്തിലാണ് ഗ്രാമീണ വായനശാല സജ്ജമാക്കിയതെങ്കിലും അടുത്ത തലമുറയിലേക്ക് വായനയുടെ സുഖം പകർന്നു നൽകാനും കഴിയുമെന്ന് അണ്ണല്ലൂർ ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി KG ബൈജു പറഞ്ഞു. 1000 ബുക്കോളം ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അത് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വായനശാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ അവർക്കൊക്കെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഇനി വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്കും കൂടി ഉതകുന്ന തരത്തിലുള്ള ഒരു സംരംഭം എന്ന് വെച്ചപ്പോ വായനശാല, അതേ ഒരു കൂട്ടായ്മ, അതാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. വായനശാല ഇപ്പോൾ ഇവർക്ക് കുടുംബകാര്യമായി മാറിയിരിക്കുകയാണ്. ഒരാഴ്ചയായി കുടുംബം പൂർണ്ണമായും വായനശാലയുടെ പണികളും പുസ്തക ശേഖരവുമായി ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ വായനശാല ഒരുക്കിയതിന് പിന്നിലുള്ളത് 60 പേരാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് അംഗത്വം നൽകും. പത്രവായന കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനും അതിലൂടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേകമായി വായനാ മൂലയും ഒരുക്കുന്നുണ്ട്. ആദ്യമായാണ് ഈ പ്രദേശത്ത് ഗ്രാമീണ വായനശാല സജ്ജമാക്കിയിട്ടുള്ളത്. മാള പഞ്ചായത്തിൽ ചാലക്കുടിയുമായി അതിരിടുന്ന അണ്ണല്ലൂർ ഗ്രാമത്തിൽ ഒരു വായനാ ഇടം ഒരുക്കിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ആശയത്തിലൂടെയാണ്. വായനശാലയിലേക്കുള്ള ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ ചിലർ സൗജന്യമായി നൽകിയതാണ്. ഞായറാഴ്ച വായനശാല ഔദ്യോഗികമായി തുറന്നതിനു ശേഷം പൊതുജനങ്ങളിൽ നിന്ന് പുസ്തകം ശേഖരിക്കുന്നതിന്റെ 2ാം ഘട്ടത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. TCP ന്യൂസ്, മാള. വിദ്വേഷ വിഭജന രാഷ്ട്രീയത്തിനെതിരെ വേക്കപ്പ് കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സഹവർത്തിത്വ സത്യാഗ്രഹം നടത്തി. പടിഞ്ഞാറേ നടയിൽ P. കൃഷ്ണപിള്ള സ്ക്വയറിൽ നടന്ന സത്യാഗ്രഹം എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കവി പ്രൊഫസർ സച്ചിദാനന്ദന്റെ ഐക്യദാർഢ്യ സന്ദേശം വായിച്ചു. ഡോക്ടർ ഖദീജ മുംതാസ്, ഗാന്ധിയൻ ചിന്തകൻ പ്രൊഫസർ KP ശങ്കരൻ, കവി PN ഗോപികൃഷ്ണൻ, ഷീല ടോമി, CR നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ സൂഫി ഗായകൻ സമീർ ബിൻസി സൂഫി കവിതകൾ അവതരിപ്പിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശിവപേരൂർ വൃത്താന്തം ചരിത്ര പഠന ഗവേഷണ പരിപാടിയുടെ 13ാം അധ്യായം ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ചു. എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ മോഹൻദാസ് പാറപ്പുറത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ചരിത്രരചന സത്യസന്ധവും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയും വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കവി നഫീസത്ത് ബീവി അധ്യക്ഷത വഹിച്ചു. വ്യവസായി TS സീതാറാം, വിദ്യാഭ്യാസ പ്രവർത്തകൻ CP ഗോപിനാഥൻ, അധ്യാപകൻ P. വിനോദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. എഴുത്തുകാരായ രാജലക്ഷ്മി മാനഴി, സൈമൺ വേലുക്കാരൻ, ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, നോവലിസ്റ്റ് K. രഘുനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ചാലിശ്ശേരി അടിമന പാടശേഖരത്ത് താറാവുകൾ തീറ്റ തേടിയെത്തിയത് ഗ്രാമത്തിന് അപൂർവ കാഴ്ചയാകുന്നു. 10,000-ഓളം താറാവുകളാണ് കഴിഞ്ഞ 10 ദിവസമായി ചാലിശ്ശേരി അടിമന പാടത്ത് തമ്പടിച്ചിരിക്കുന്നത്. വെള്ളയും തവിട്ടും നിറങ്ങളിൽ ഏകദേശം 67 ദിവസം പ്രായമുള്ള താറാവുകൾ വേനലിന്റെ കാഠിന്യത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കൂട്ടത്തോടെ കാവുക്കോട് പാലം തോട്ടിലെ വെള്ളത്തിലിറങ്ങി നീരാടുന്നത് മനോഹര കാഴ്ചയാണ്. കിലോമീറ്ററുകളോളം നീളുന്ന കൂട്ടയാത്രയും ഒരേ താളത്തിൽ നീന്തി കുളിക്കുന്നതും വഴിയാത്രക്കാർക്കും കൗതുകമാണ്. പാലക്കാട് കണ്ണാടി പന്നിക്കോട് സ്വദേശി സുദേവനാണ് കഴിഞ്ഞ 25 വർഷമായി താറാവുകളുമായി ചാലിശ്ശേരിയിലെത്തുന്നത്. തിരുവല്ല സ്വദേശി ജോണിയുടേതാണ് താറാവുകൾ. കൊയ്ത്തിനു ശേഷം വയലുകളിൽ ലഭിക്കുന്ന പ്രകൃതിദത്ത തീറ്റയാണ് ഇവയുടെ പ്രധാന ആശ്രയം. അതേസമയം കൂട്ടം തെറ്റിയും രോഗവും മൃഗങ്ങളുടെ ആക്രമണവും മറ്റുമായി താറാവുകളുടെ എണ്ണവും കുറയുന്നുണ്ടെന്ന് സുദേവൻ പറഞ്ഞു. മാർഗം ഇത് എന്തെങ്കിലും ജീവിക്കട്ടെ പറഞ്ഞിട്ട് വന്നതാ. നെല്ല് എന്തെങ്കിലും പെറുക്കി തിന്നു പോകാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും യൂണിയൻ ഉണ്ട്. പാലക്കാട് ജില്ലയിലെ യൂണിയൻ ഇല്ല. അതൊരു കഷ്ടമാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലും തോടുകളും ജലസ്രോതസ്സുകളും ജീവജാലങ്ങൾക്ക് അഭയ കേന്ദ്രങ്ങളായി തുടരുകയാണ്. 5 മാസം പ്രായം വരെയുള്ള കാലയളവിൽ കേരളത്തിനകത്തും പുറത്തുമായി പാടശേഖരങ്ങൾ തേടിയുള്ള താറാവുകളുടെ യാത്ര തുടരുകയാണ്. TCV ന്യൂസ്, കുന്നംകുളം. തപോവനം ശ്രീ വ്യാസ ആശ്രമം ട്രസ്റ്റിന് കീഴിൽ ചെമ്പൂച്ചിറയിൽ നിർമ്മിച്ച ആശ്രമത്തിന്റെ പ്രവേശനവും ഗുരുപാതക പ്രതിഷ്ഠയും ഭക്തിസാന്ദ്രമായി. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മഹാമണ്ഡേശ്വരർ സ്വാമി ആനന്ദവനം ഭാരതി, അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാൻ ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി, റിട്ടയർഡ് ജില്ലാ ജഡ്ജി പി മാധവൻ, ചലച്ചിത്ര നിർമ്മാതാവ് ശശി അയ്യഞ്ചിറ എന്നിവരെ സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് ആശ്രമാധിപൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, മഹാമണ്ഡലേശ്വർ, ആനന്ദവനം ഭാരതി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപാദ പ്രതിഷ്ഠ നടന്നു. ആത്മീയ സമ്മേളനം റിട്ടയർഡ് ജില്ലാ ജഡ്ജി പി മാധവൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ആനന്ദവനം ഭാരതി, ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി, ശശി അയ്യഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. ബൈക്കിലെത്തിയ യുവാക്കൾ വയോധികയുടെ 3.25 പൗൺ തൂക്കം വരുന്ന മാല കവർന്നു. നെയ്യൻ വീട്ടിൽ ദേവസിയുടെ ഭാര്യ അൽഫോൺസിയുടെ മാലയാണ് കവർന്നത്. കൊടകര പെൻഷൻ ഭവന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. റോഡിലൂടെ നടന്നു വരികയായിരുന്ന വയോധികയെ ബൈക്കിലെത്തിയ ആൾ സാരിയിലും ബ്ലൗസിലും കുത്തിപ്പിടിച്ച് കുനിച്ചു നിർത്തുകയും കഴുത്തിൽ കിടന്ന മാല ഊരിയെടുക്കുകയുമായിരുന്നു. ബൈക്കിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അൽഫോൺസ കരഞ്ഞ് ബഹളം വെച്ചുവെങ്കിലും ഇരുവരും ബൈക്കിൽ രക്ഷപ്പെട്ടു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,575 രൂപ, പവന് 1,80,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പൂരനഗരിയിൽ വമ്പൻ റോഡ് ഷോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി വിളികളുമായി സ്വരാജ് റൗണ്ടിൽ അണിനിരന്നത് ആയിരങ്ങൾ. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഉല്ലൂരിൽ നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി K രാജൻ. പാഴായിപ്പോയ 10 വർഷങ്ങളാണ് ഉല്ലൂരിനെ സംബന്ധിച്ച് കടന്നുപോയതെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്ങണ്ടത്ത്. COA സംസ്ഥാന സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. കാലാനുസൃതമായ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ് COAയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് VKC ഗ്രൂപ്പ് MD VKC റസാഖ്. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം തിങ്കളാഴ്ച. പൂര പങ്കാളികളാകുന്നത് 24 ക്ഷേത്രങ്ങൾ. പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ ചക്കംകുളങ്ങര ശാസ്താവിന്റെ തിടമ്പേറ്റിയ തിരുവമ്പാടി അർജുനൻ ഒന്നാമതെത്തി. വിശ്വാസ തീവ്രതയിൽ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ ആചരണം ഭക്തിസാന്ദ്രമായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.